അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുവാനും അതിൻ്റെ നേതാക്കളെയും പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. ഇപ്പോഴും നമ്മളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യും. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ സുപ്രഭാതത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആ ചർച്ചയിൽ പങ്കെടുത്ത ഇ കെ വിഭാഗം സമസ്തയുടെ പ്രതിനിധികളുണ്ട്. അവരുടെ വാദങ്ങൾക്കും അവരുന്നയിച്ച ആരോപണങ്ങൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തെ അപഹസിക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങൾക്കുമൊക്കെ ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് മറുപടി നൽകാം. ആ ചർച്ചയിൽ പങ്കെടുത്ത പ്രസിദ്ധ മാധ്യമ പ്രവർത്തകനായ MP പ്രശാന്തിൻ്റെ ചില പ്രതികരണങ്ങളോടാണ്. ശ്രീ പ്രശാന്തുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല. ഒരിക്കലെങ്ങാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു എന്നത് മാത്രമാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ചില ആളുകളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുജാഹിദുകളുടെ നിലപാടുകൾ എന്താണ് എന്ന്, മുജാഹിദുകൾ ഈ സമൂഹത്തിന് മുന്നിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്ന് ശ്രീ പ്രശാന്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നതായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ആ ധാരണ തിരുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും പ്രയോഗങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളെ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ കണ്ടാൽ നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വളരെ സജീവമായി നൽകുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ കടന്നു പോയാൽ നമുക്കറിയാം, മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ടേമുകൾ പോലും സ്വാഭാവികമായി ആരെങ്കിലും ബോധ്യപ്പെടുത്താനല്ല, സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ അത് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായ ചുഴലിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഇത് മുജാഹിദുകളുടെ നിലപാടല്ല, മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ഒരു പ്രസംഗം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഒരു ബൗദ്ധിക വ്യായാമം എന്ന നിലയിൽ പണ്ഡിതന്മാർ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ, പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ വളരെയധികം മുസ്ലിങ്ങൾ ഒരു വലിയൊരു ലിവിങ് ഓൺ ദ എഡ്ജ് എന്ന് പറയാറില്ലേ, അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇത്തരം ചർച്ചകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നു. ഈ KNM പോലും അല്ലെങ്കിൽ വിസ്ഡം പോലും അവരുടെ ഔദ്യോഗികമായി നിലപാടായി ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഒരു ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനീഫ് കായക്കുടി KJUവിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇന്നലെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചുഴലി മൗലവി KNMൻ്റെയോ KJUവിൻ്റെയോ ഒരു ആരുടെയും ഔദ്യോഗിക പദവിയിലില്ല. ഇത് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ്, ഇത് സംഘടനയുടെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടല്ല എന്നത്. ഇത് എൻ്റെ പ്രസംഗം മാത്രം ഉദ്ധരിച്ചുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവിയുടെ അൽമനാറിൽ അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി എഴുതിയ ഭാഗം അത് വിശദീകരിച്ചുകൊണ്ടും ശ്രീ പ്രശാന്ത് അത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള സമസ്തയുടെ പ്രതിനിധികൾക്ക് മുമ്പിൽ അദ്ദേഹം അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. മുജാഹിദുകളുടെ ഔദ്യോഗിക നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് AP ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അൽമനാർ മാസികയിൽ ഇതേപോലൊരു ചോദ്യം AP അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നത് സുന്നികൾ മുശ്രിക്കുകളാണ് എന്നാണല്ലോ. പക്ഷേ ഈ മുസ്ലിം സൗഹൃദവേദി പോലുള്ള പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ എങ്ങനെയാണ് സുന്നികളുടെ കൂടെ ഇരിക്കുന്നത് എന്ന് അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത്, മറുപടി എന്ന് പറയുന്നത്, ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് സ്വയം ബഹുദൈവ വിശ്വാസികൾ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ, മറ്റൊന്ന് ആരോപണം നേരിടുന്ന ആളുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ബഹുദൈവ വിശ്വാസിയാണ് എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്താൽ അയാൾ ബഹുദൈവ വിശ്വാസി എന്ന് കാണുക. ഒരാൾ സ്വയം മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അയാളെ മുസ്ലിമായി കാണുക. അപ്പോൾ അതാണ് ഒരു ബഹുസ്വര സമൂഹത്തിലല്ല, ഏത് സമൂഹത്തിലായാലും സ്വീകരിക്കപ്പെടേണ്ട നിലപാടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞത് ഒരു മുജാഹിദ് നേതാവാണ്. ശ്രീ പ്രശാന്ത് ആ ഭാഗം പരാമർശിച്ചതുകൊണ്ട് എ.പി. അബ്ദുൽ ഖാദർ മൗലവി നൽകിയ ചോദ്യവും മറുപടിയും ഞാൻ ഒന്ന് വായിക്കുകയാണ്. അതായത് അൽമനാറിൽ ഈ സൗഹൃദ വേദിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ അതിനെ തുടർന്നുള്ള ഒരു ചോദ്യമാണിത്. കഴിഞ്ഞ ലക്കം അൽമനാറിൽ സൗഹൃദ വേദിയെ പറ്റി ഒരു ചോദ്യവും മറുപടിയും വായിച്ചു. അതിലൊരു വാചകം ഇവിടെ പകർത്തട്ടെ. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവർ ഏത് പ്രശ്നത്തിലും, പ്രത്യേകിച്ച് മുസ്ലിം പ്രശ്നങ്ങളിൽ യോജിക്കാവുന്ന മേഖലകളിൽ ആരുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്ന നയമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്ന് തുടങ്ങി ആ ഖണ്ഡികയുടെ അവസാനം എഴുതുന്നു. മാത്രമല്ല 1970കളിൽ OP ത്യാഗിയുടെ മതപരിവർത്തന നിരോധന ബിൽ വന്നപ്പോൾ അതിനെതിരിൽ മുസ്ലിം ഐക്യവേദി രൂപീകരിക്കാൻ വേണ്ടി KNM മുൻകൈ എടുക്കുകയുണ്ടായി. ഇനി ആ ചോദ്യവും മറുപടിയും വായിച്ചപ്പോഴുണ്ടായ അനേകം സംശയങ്ങളിൽ ചിലത് ഇവിടെ കുറിക്കട്ടെ. സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്നാണല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അൽമനാറിലെ ലേഖനങ്ങളിൽ കാണുന്നത്. മുശ്രിക്കുകളായ സുന്നികളോടൊന്നിച്ച് മുസ്ലിം ഐക്യവേദി സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിങ്ങൾ തമ്മിലല്ലേ ഐക്യം വേണ്ടത്? മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ മുസ്ലിം മുശ്രിക്ക് ഐക്യം കൊണ്ട് സാധിക്കുമോ? ഈ സംശയത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു ചോദ്യം. മുസ്ലിം സൗഹൃദവേദി ഉണ്ടാക്കുകയും എന്താണ് അങ്ങനെ ഒരു സൗഹൃദവേദി ഉണ്ടാക്കാനുള്ള കാരണമെന്ന് വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് അൽമനാറിൽ നൽകിയ ഒരു ചോദ്യത്തിന്റെ മറുപടി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടുത്ത ചോദ്യം. പ്രശാന്ത് പറഞ്ഞതുപോലെ അതിന് എ.പി. അബ്ദുൽ ഖാദർ മൗലവി നൽകുന്ന മറുപടിയുടെ തുടക്കം ഇങ്ങനെയാണ്: മുശ്രിക്ക് എന്നതിന് രണ്ട് അർത്ഥകൽപ്പനകളുണ്ട്. ഒന്ന്, ബഹുദൈവ വിശ്വാസിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നയാൾ. രണ്ട്, ബഹുദൈവ ആരാധന നടത്തുന്ന ആൾ. ഈ രണ്ടാമത് പറഞ്ഞയാൾ താൻ ബഹുദൈവ വിശ്വാസിയാണെന്ന് സമ്മതിച്ചു കൊള്ളണമെന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒന്ന് ബഹുദൈവവാദി, രണ്ട് ബഹുദൈവ ആരാധന നടത്തുന്നവൻ. ഈ രണ്ട് അർത്ഥകൽപ്പനകളും ഖുർആനിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകൾ വിശദീകരിക്കുകയാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ ശിർക്ക്, ബഹുദൈവ ആരാധന കുറ്റം ആരോപിക്കുന്നു. എന്നാൽ അവരെ മുശ്രിക്ക്, ബഹുദൈവവാദി അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസി എന്ന് വിളിക്കുന്നില്ല. കാരണം തങ്ങൾ ബഹുദൈവ ആരാധന നടത്തുന്നുവെന്നോ ബഹുദൈവ വിശ്വാസികളാണെന്നോ അവർ അംഗീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മുസ്ലിം എന്ന് വാദിക്കുന്നവരെ മുസ്ലിം സമൂഹാംഗമായും ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നവരെ ക്രിസ്ത്യാനികളായും ബഹുദൈവ വിശ്വാസികളായി സ്വയം അംഗീകരിക്കുന്നവരെ ബഹുദൈവവാദിയായും വിശേഷിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ശൈലി. അതുതന്നെയാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടു പോരുന്ന രീതിയും. അതനുസരിച്ച് മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്ന് സ്വയം അംഗീകരിക്കുന്നവർക്കിടയിലുള്ള ഐക്യം എന്നാണ് വിവക്ഷ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സൗഹൃദവേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം പറയാണ്, അതായത് ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു, അവസാന പ്രവാചകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഇസ്ലാം പറയുന്ന വിശ്വാസങ്ങൾ അംഗീകരിക്കുകയും അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് സ്വയം പറയുകയും ചെയ്യുന്ന ആളുകളെ മുസ്ലിമായി അംഗീകരിക്കുക എന്ന രീതിയാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം മൗലവി ഇവിടെ വിശദീകരിക്കാൻ. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ്, എന്നാൽ ഇതിനർത്ഥം മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരിൽ ശിർക്ക് വരില്ല എന്നല്ല തന്നെ. അവരിൽ നിന്ന് ശിർക്ക് വരാം, അത് എതിർക്കപ്പെടുക തന്നെ വേണം താനും. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ മുസ്ലിമാണ് എന്ന് പറയുന്ന ആളുടെ ഇടയിൽ ശിർക്ക് വരില്ല എന്നല്ല, ശിർക്ക് വരും. അങ്ങനെ ശിർക്ക് വന്നാലോ എതിർക്കണം. അതിനുള്ള തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം മൗലവി ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ തത്വം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും മാത്രമേ അൽമനാർ ചെയ്യുന്നുള്ളൂ. മുസ്ലിങ്ങളാണെന്ന് വാദിക്കുന്നവരെ മുസ്ലിങ്ങളായും കണക്കാക്കുന്നു. എന്നാൽ അവരിൽ കാണുന്ന അപാകതകളെ അപാകതകളായി തന്നെ കണ്ട് അതിനെ വിമർശിക്കുകയും ചെയ്യുന്നു.
മുസ്ലിം ചെയ്യുന്നത് എന്തും ശരിയും അല്ലാത്തവരാണത് ചെയ്യുന്നതെങ്കിൽ തെറ്റും എന്നത് അനീതിയാണ്. മുസ്ലിം നാമധാരികളിൽ ശിർക്കപരമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് ശിർക്കാണെന്നും അത് ചെയ്യുന്നവൻ ശിർക്ക് ചെയ്യുന്നവനാണെന്നും അൽമനാർ തുറന്നു പറയുന്നു. അങ്ങനെ പറയണമെന്നുള്ളത് അൽമനാറിന്റെ നയമാണ്. അത് മാത്രമാണ് ശരി. മറിച്ച് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ എടുത്തു പരാമർശിച്ചിട്ടുള്ള യഹൂദ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ലാത്ത തരത്തിൽ മൗലവി അത് വ്യക്തമാക്കുകയാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വിഷയത്തിലുള്ള നയവും സമീപനവും എന്നാണ് AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. അപ്പോൾ ആരെയെങ്കിലും മുശ്രിക്കാക്കുക എന്നുള്ളതല്ല, ആരെയെങ്കിലും കാഫറാക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് ശിർക്ക് എന്ന് വിശദീകരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. പിന്നീട് ശ്രീ പ്രശാന്ത് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് പറഞ്ഞത് ശരിയായില്ല. കാരണം ഇവിടെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ആ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഇത് പറയുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ശ്രീ പ്രശാന്ത് ഉയർത്തുന്നത്. ഇത് മുജാഹിദ് നിലപാടാണ്, ഇത് അവരെ എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാമെങ്കിലും ഇത് പറയുന്ന ഒരു ചരിത്ര മുഹൂർത്തമുണ്ട്. നമ്മൾ എപ്പോഴും ഒരു പ്രബോധകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ സാഹചര്യമാണല്ലോ. ഒരു സാമൂഹിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീകരമായി വേട്ടയാടപ്പെടുന്നു, മുസ്ലിം എന്ന കാരണം കൊണ്ട് മാത്രം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയ വിഭാഗത്തെ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു വലിയ സാമൂഹിക വിപത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നവർക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്ത മനസ്സിൽ വന്നത്. ആ സംസാരത്തിനിടയിൽ തന്നെ അദ്ദേഹം വീണ്ടും അത് ഒന്നുകൂടി ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് വിശ്വാസം പിന്തുടർന്നാലും അത് എന്നെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു വലിയൊരു മുസ്ലിം ഒരു സമുദായത്തെ, ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ഒരു വലിയൊരു റിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു അത്തരത്തിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമ്മൾ ഉള്ളത്. മറ്റൊരു സന്ദർഭത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ സുന്നി മുജാഹിദ് സംവാദങ്ങൾ പണ്ട് നടന്നതുപോലുള്ള ഒരു ഉഷിരോടെ അല്ലെങ്കിൽ വാശിയോടെ ഇപ്പോൾ നടക്കാറില്ല. അത് കാരണം അവർക്കറിയാം അതല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെടാൻ വേറെ വേദികളുണ്ട്. ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടത് നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കുമല്ലോ കാര്യങ്ങൾക്ക്. പറയുന്ന പ്രയോറിറ്റി, ഇപ്പോഴുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ഇന്ത്യയിൽ സിറ്റിസൺ ആയിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന സമരം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിലേക്ക് ശ്രദ്ധ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രീ പ്രശാന്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ പ്രയോറിറ്റി പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിന്റെ സാഹചര്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, ഒരു പ്രബോധകൻ എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ പ്രശാന്തിനുള്ള ഒരു ധാരണ പിശക് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള പഴയ പോലെയുള്ള സംവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. സംവാദങ്ങൾ ഇഷ്ടം പോലെ മുമ്പത്തേതിനേക്കാൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലാണ് അത് വളരെ സജീവമായി നടക്കുന്നത്. അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രധാനമായും നടക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ സംവാദങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടാകുമ്പോൾ, അതായത് മുസ്ലിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, മുസ്ലിം ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ സമയത്ത് നമ്മളിത് ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം കൊല്ലപ്പെടുന്ന ആളുകൾ ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീ പ്രശാന്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ ശിർക്കിനെ കുറിച്ച് പറയേണ്ടി വരുന്നു? ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപജയത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നത് അറിയാത്ത ഒരാളാവില്ല ശ്രീ പ്രശാന്ത്. കാരണം ഇവിടെ CM മടവൂരിനെ ലോകത്തിന്റെ നിയന്താവായി ചിത്രീകരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്.
അതിനുവേണ്ടിയുള്ള പ്രഭാഷണങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും നടക്കുന്നത് അറിയാത്ത ആളല്ല ശ്രീ പ്രശാന്ത്. അതേപോലെ തന്നെ പറഞ്ഞ് എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ ഈ CM മടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്ന ആൾ എന്നതിൽ നിന്ന് മാറി പടച്ചോനാണ് എന്ന് വരെ പറയുന്ന പാട്ട് പുറത്തിറക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയല്ലോ. നോക്കൂ, നമ്മൾ ആ പാട്ട് കേട്ടതാണ് പല പ്രാവശ്യം. ഒന്നുകൂടി നമുക്കത് കേൾക്കാം. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഓ അല്ലാ മടവൂരേ, ഓ അല്ലാ മടവൂരേ. മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ, കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ, ഹുവ 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 മടവൂരേ. ഇങ്ങനെ CM മടവൂര് പടച്ചോനാണ് എന്ന് വരെ വിശ്വസിക്കുകയും അതിനുള്ള പാട്ടുകൾ പുറത്തിറക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ശ്രീ പ്രശാന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കളെ അഭിമുഖത്തിന് വിളിച്ച ചാനലിന്റെ ആളുകളും താങ്കളോടൊപ്പം ആ വേദിയിൽ പങ്കിട്ട ആളുകളും ഇതിനെതിരെ മൗനം പാലിക്കുകയാണ് എന്നാണ്. ഇതിനെതിരെ മൗനം പാലിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയാൻ എത്ര കാലമായി കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നടക്കുന്നു ഇത് ഈ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന്. എന്താണ് ഈ ആളുകൾ അതിനോട് നടത്തിയ പ്രതികരണം? ഇപ്പോൾ ഈ CM മടവൂര് പടച്ചോനാണ് എന്ന ഒരു പാട്ട് പുറത്തിറങ്ങിയപ്പോ ആ CM മടവൂരിനെ കുറിച്ചുള്ള ഈ അതിവാദങ്ങൾ അത് ഇസ്ലാമിനെതിരാണ് എന്ന് പറയുന്ന ആളുകളെയൊക്കെ വഹാബികളായി ചിത്രീകരിക്കാൻ, വഹാബിസത്തൊക്കെ കുറിച്ചൊക്കെ നടത്തിയ ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പിന്നീട് പ്രതികരിക്കാം. ഇങ്ങനെ ആര് പ്രതികരിച്ചാലും ഇത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവരൊക്കെ വഹാബികളാണ് എന്ന നിലയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. നോക്കൂ, ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്: നിരീശ്വരത്വം കുടചൂടി വഹാബിസത്തിൽ ചേക്കേറി മഹാവിസ്മയ ഇബ്ലീസിൻ കെണി ഉലമായിന്നും പിടികൂടി, ഉലമായിന്നും പിടികൂടി. അപ്പൊ ഇത്രയും പിഴച്ചതും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ആ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മൗനം പാലിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആളുകൾ മൗനം പാലിക്കുന്നു. സ്വാഭാവികമായും ഇത് എതിർക്കുക എന്നതാണ് ഈ ശിർക്കിന്റെ ഗൗരവം, ഈ ബഹുദൈവ വിശ്വാസത്തിന്റെ ഗൗരവം. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിന്റെ പേരിലാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ, ശ്രീ പ്രശാന്ത് ഇവിടെ പാരമ്പര്യ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇത് പരമ്പരാഗതമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെ പിന്തുടർന്ന് കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് കാലനിബദ്ധമായിട്ട് ആരോടാണ് സംസാരിക്കുന്നത് അവരുടെ ആ പല ഘടകങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചു വന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരമ്പരാഗത ഇസ്ലാം എന്ന് മറ്റുള്ളവർ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരമ്പരാഗത രീതി ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സാധ്യമാണ്? അപ്പം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു പ്രശ്നം ഇതിപ്പോൾ ഈ പരമ്പരാഗത ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം എന്നുള്ളത്, കെട്ടുറപ്പ് എന്നുള്ളത് അത് ടൈം ടെസ്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ആയത്തുകൾ പഠിപ്പിക്കണം, ഇത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകളുണ്ട്. താങ്കൾ മനസ്സിലാക്കിയ പാരമ്പര്യ ഇസ്ലാം ഇതാണോ? ഇങ്ങനെ ഒന്ന് ഇസ്ലാമിലുണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അതായത് കോഴിക്കോട് ജില്ലയിലെ താങ്കളുടെയൊക്കെ കൺമുന്നിൽ ജീവിച്ചയാളാണല്ലോ, താങ്കളുടെയൊക്കെ കൺമുന്നിലൂടെ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതിൽ ചിലപ്പോൾ കഴിവുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവർ പറഞ്ഞാലും ഇത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇയാളാണ് എന്ന കാര്യത്തിൽ ഇവിടെയുള്ള ഈ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാർക്കൊരു തർക്കമില്ല. അപ്പൊ ഈ സമസ്തക്കാർ പറയുന്നതാണ് പാരമ്പര്യ ഇസ്ലാം എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അവിടെ നിന്ന് തുടങ്ങി ഇങ്ങ് താഴോട്ടേക്ക് വന്നാൽ ഒരുപാട് വിഷയങ്ങൾ, ഒന്നും രണ്ടും വിഷയങ്ങളല്ല, നൂറുകണക്കിന് വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞതിനുള്ള എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്താ ഈ പാരമ്പര്യ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഈ കേരളത്തിൽ ഒരു 100 കൊല്ലം കുറെ ആളുകൾ ചെയ്തതാണോ പാരമ്പര്യ ഇസ്ലാം? അതല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് അത് അംഗീകരിക്കലാണോ?
വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ജീവിച്ച് കാണിച്ചു കൊടുത്തത് അതാണ് ഇസ്ലാം. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിശ്വാസങ്ങളോ കർമ്മങ്ങളോ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അത് പാരമ്പര്യ ഇസ്ലാം ആവുകയില്ല. ശ്രീ പ്രശാന്ത് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ CM പടച്ചോനാണ് എന്ന് പറയുന്നതും അതേപോലെ ലോകത്തെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറയുന്നതുമൊക്കെ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇത് അക്കാലത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഇത് പാരമ്പര്യ ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ താങ്കൾക്ക് കഴിയുമോ? എങ്ങനെയാണത് പാരമ്പര്യ ഇസ്ലാം ആകുന്നത്? ഇനി ഈ പാരമ്പര്യ ഇസ്ലാമിനെ ഇവിടെയുള്ള ഇപ്പോ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്ന സമസ്തക്കാർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സമസ്തയുടെ വിശ്വാസങ്ങളിൽ എന്തൊക്കെ തിരുത്തലുകൾ ഉണ്ടായി? നിസ്സാരമായ വിഷയങ്ങളിലല്ല. ഈ കാഫർ വിഷയത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. സമസ്തയിലെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, 1970കളിലും 80കളിലും ഒക്കെ കേരളത്തിൽ ഉണ്ടായ വലിയ ചർച്ചയായിരുന്നു അത്. സമസ്തക്കാരുടെ ചരിത്രം പഠിച്ച താങ്കൾക്കത് മനസ്സിലാകും. എന്തായിരുന്നു ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട്? ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയതിന്റെ പേരിൽ KV മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിതൻ കാഫിറാണ് എന്ന് ഫത്വ നൽകുകയായിരുന്നു EK അബൂബക്കർ മുസ്ലിയാരും EK ഹസൻ മുസ്ലിയാരും ഒക്കെ. അത് ഈ കേരളത്തിൽ കഴിഞ്ഞു പോയതല്ലേ? ഇനി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു സമസ്തയുടെ സമീപനം? താങ്കൾ മനോഹരമായ സുന്ദരമായ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ ഈ പാരമ്പര്യ ഇസ്ലാം എന്ന് താങ്കൾ പറയുന്നതിന്റെ സൗന്ദര്യം എന്താണ്? സ്ത്രീകൾ വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നതാണോ? ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കാൻ പാടില്ല എന്നതാണോ? ഭൗതിക വിദ്യാഭ്യാസം നേടാൻ പാടില്ല എന്നതാണോ? കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്നതാണോ? സ്ത്രീകൾ പള്ളികളിൽ നമസ്കരിക്കാൻ പോകാൻ പാടില്ല എന്നതാണോ? വെള്ളിയാഴ്ചകളിൽ പള്ളികളിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ അവരൊരിക്കലും അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലായിരിക്കണം പ്രസംഗങ്ങൾ കേൾക്കേണ്ടത്, ഖുത്ബകൾ കേൾക്കേണ്ടത് എന്നതാണോ? എന്താണ് ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ സൗന്ദര്യം? ഈ പാരമ്പര്യ ഇസ്ലാമിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ നേർച്ചയും ഉറൂസും നടക്കുന്നത് കാണാൻ കഴിയുമോ? കേരളത്തിലെ പാരമ്പര്യ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടയാളം അതല്ലേ? എത്രയെത്ര ഖബറുകളാണ്, ജാറങ്ങളാണ് കെട്ടിയുയർത്തിയിരിക്കുന്നത്. അവിടെ എന്തൊക്കെ ഏർപ്പാടുകളാണ് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഇസ്ലാമിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക? അപ്പൊ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത് സമസ്തയുടെ ഇസ്ലാം അല്ല എന്ന് ഒന്നാമതായി മനസ്സിലാക്കുക. ഇനി ഇപ്പറയുന്നതാണ്, അതായത് CM പടച്ചോനാണ് എന്ന് പറയുന്നതും CM മുദബ്ബിറുൽ ആലമാണ് എന്ന് പറയുന്നതും അതൊക്കെയാണ് പാരമ്പര്യ ഇസ്ലാം. അതിനെ എതിർക്കുന്ന ഈ ആളുകളൊക്കെ വഹാബികളാണ് എന്നാണ് കുരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ത്വരീഖത്തിന്റെ ആളുകൾ പറയുന്നത്. അവർ പറയുന്നത് ഇവരൊക്കെ പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഇതിനെ നിഷേധിക്കുന്ന, ഇതിനെ തള്ളിക്കളയുന്ന ആളുകളൊക്കെ പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. അപ്പോ പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത് പ്രമാണങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചും താങ്കൾ പ്രയോഗിച്ച വാക്കുകളിൽ ചെറിയ ഒരു ധാരണ പിശക് താങ്കൾക്കുണ്ട് എന്ന് തോന്നുന്നു. താങ്കൾ പറയുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ മറ്റേതിനെ അവർ തക്ലീദ് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ കളിയാക്കിയിട്ട സാധനമാണ്. തക്ലീദ് അല്ലെങ്കിൽ ഇത്തിബാഗ് എന്ന് പറയുന്നത് അതിന് ഒരു സോഷ്യൽ ഇതും കൂടിയുണ്ട്. ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്ന്, സമൂഹം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഏതളവിലാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തക്ലീദ് വേണ്ട, അല്ല ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫ്രീ ആയി കഴിഞ്ഞല്ലോ. ഇവിടെ താങ്കൾ ഇത്തിബായിനെയും തഖ്ലീദിനെയും കൂട്ടിക്കുഴക്കുകയാണ്. മുജാഹിദുകൾ ഒരിക്കലും ഇത്തിബായിനെ എതിർത്തിട്ടില്ല, മറിച്ച് ഇത്തിബാണ് ആവശ്യം എന്നാണ് പറഞ്ഞത്. ഇത്തിബാണ് ആവശ്യം. തഖ്ലീദ് എന്ന് പറയുന്നത് അന്ധമായ അനുകരണമാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് പരിശോധിക്കാതെ ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അംഗീകരിക്കുക എന്നതാണ് തഖ്ലീദ്. ഇത്തിബാഴ് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുതയെ പിൻപറ്റുക എന്നതാണ്. ഈ ഇത്തിബാഴാണ് നമ്മൾ ചെയ്യേണ്ടത്. അഥവാ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൻബലമുള്ള ആ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത സ്വഹാബികൾ സ്വീകരിച്ചു വന്ന, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഉത്തമ തലമുറയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്തിബാഴ് ചെയ്യേണ്ടത്, പിൻപറ്റേണ്ടത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അല്ലാതെ ആ എല്ലാ പ്രമാണങ്ങളെയും വലിച്ചെറിഞ്ഞ് അവരവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക എന്നല്ല. താങ്കൾ നോക്കൂ, അത് വ്യാഖ്യാനിക്കുന്നത് ആരാണ്?
താങ്കളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തവരാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവർ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്, അവിടെ ഉറൂസ് നടത്തുന്നത്, അവിടെ നേർച്ചകൾ നടത്തുന്നത്. ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഒരാൾക്കറിയാം അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഏർപ്പാടുകൾക്കും ഇപ്പോ ഈ CM പടച്ചവനാണ് എന്ന് പറയുന്നതിനും അതേപോലെ തന്നെ CM ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിനുമൊക്കെ കാന്തപുരത്തിന്റെ പോലും പ്രസംഗത്തിലെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് ഈ ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മുജാഹിദുകൾ തഖ്ലീദിനെയാണ് എതിർക്കുന്നത്, ഇത്തിബാഇനെയല്ല. ആ ഇത്തിബായിലൂടെയാണ്, അതാണ് ശരിക്ക് പാരമ്പര്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദീൻ അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം, അത് ആരെയെങ്കിലും കാഫിറാക്കി മുശ്രിക്കാക്കി അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയില്ല. പക്ഷേ എവിടെ ശിർക്ക് കണ്ടാലും അത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തോട് ധൈര്യത്തോടുകൂടി തുറന്നു പറയാൻ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധകന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് മുജാഹിദുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ, മുജാഹിദുകളുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ വന്ന ആളുകളുണ്ടല്ലോ, അവരെ വെച്ചുകൊണ്ട് ഇതാ സുന്നികൾ മുഴുവൻ ഭീകരവാദികളാണ് എന്നാർക്കെങ്കിലും പറയാൻ കഴിയൂ? അപ്പൊ അത്തരം ആക്ഷേപങ്ങളിലോ അത്തരം കണ്ടെത്തലുകളിലോ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യ ഇസ്ലാം എന്ന് പറഞ്ഞ് നിലവിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പൊ സമസ്തക്കാർ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താ ഇപ്പോ സമസ്തയുടെ സുപ്രസിദ്ധമായ സമ്മേളനമായിരുന്നു ഫറൂഖിൽ നടന്ന സമ്മേളനം, 6ാം സമ്മേളനം. ആ 6ാം സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നുണ്ട്, മരിച്ചുപോയ അംബിയ ഔലിയ സ്വാലിഹീൻ ഇവരുടെ ദാത്തുകൊണ്ടും ജാഹ് അക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ഇടതേട്ടം ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിക്കലും വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് മതിക്കലും. ഇതാണോ പാരമ്പര്യ ഇസ്ലാം? ഇതിന് ഇസ്ലാമിന്റെ എന്ത് പാരമ്പര്യത്തിലാണ് ശ്രീ പ്രശാന്ത് നമുക്ക് തെളിവ് പറയാൻ കഴിയുക, തെളിവ് കാണാൻ കഴിയുക? വീണ്ടും പറയാണ്, മരിച്ചുപോയ അംബിയ ഔലിയ ഇവർക്കും മറ്റു മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴി ആട് മുതലായവ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിനു ശേഷം കബറിൽ വെച്ച് തൽക്കീൻ ഓതിക്കൊടുക്കലും മയ്യത്തിന് വേണ്ടി കബറിങ്കിൽ വെച്ചും മറ്റു സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും അതേപോലെ ആയത്തെ ഹദീസ് മറ്റു മുഅല്ലമായ അസ്മാ ഇവ കൊണ്ട് മന്ത്രം ചെയ്യലും ഉറുക്കെഴുതി കെട്ടലും പിഞ്ഞാണം എഴുതി കൊട്ടലും വെള്ളം നൂല് മുതലായവ മന്ത്രിച്ചു കൊടുക്കലും ബുർദ ഓതി മന്ത്രിക്കലും. ഈ പാരമ്പര്യത്തെ താങ്കളോടൊപ്പം ഇരുന്ന ആളുകളെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? അവര് ആർക്കാ ഇപ്പൊ പിഞ്ഞാണം എഴുതി കൊടുക്കുന്നത്? എന്റെ ഈ സമൂഹത്തിൽ നിന്ന് അത് എങ്ങനെയാ പോയത്? താങ്കളോടൊപ്പം ഇരുന്ന ആളുകളുടെ പൂർവികരായ പണ്ഡിതന്മാരാരെങ്കിലും ഈ സമൂഹത്തോട് പറഞ്ഞോ ഈ പിഞ്ഞാൻ എഴുതി കുടിക്കാൻ പാടില്ല എന്ന്? എന്തേ ഒരാളെപ്പോലും ആ പാരമ്പര്യം പിൻപറ്റുന്ന ആളുകളായി നമുക്ക് കാണാൻ കഴിയാത്തത്? ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തിൽ നടത്തിയ ബോധവൽക്കരണം, അതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് അംഗീകരിക്കേണ്ടതല്ല, ഇത് നമ്മൾ പിൻപറ്റേണ്ടതല്ല എന്ന്. അതുകൊണ്ടാണ് അവരത് ഒഴിവാക്കിയത്. ഇനിയോ മുജാഹിദുകൾ, ഈ മുജാഹിദുകളെ കുറിച്ച് പറയുന്ന പരാമർശങ്ങൾ, മുജാഹിദുകൾ മുശ്രിക്കാക്കി എന്തൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ മുജാഹിദുകളെ കുറിച്ച് ഇവര് മുസ്ലിങ്ങളാണെന്ന് പരിഗണിച്ചിട്ടുണ്ടോ? സമസ്തയുടെ തീരുമാനത്തെക്കുറിച്ച് സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതുകയാണ്, സുആലിൽ വിവരിച്ച ഇരു കക്ഷികളും ദീനിന്റെ അയിമത്തുകളുടെ കിതാബുകളിൽ സ്ഥിരപ്പെടുത്തിയ ഹുക്കുമുകളെ റദ്ദാക്കിയവരും അതിനെതിരായി പല വാദങ്ങളും വാദിച്ച് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവരും ആയതിനാൽ അവർ സംശയം തീർന്ന മുബ്തദികളും മുഫ്സിദുകളും ആയതുകൊണ്ട് അവരുമായി മുബ്തദികളായി പെരുമാറേണ്ട നിലയിൽ പെരുമാറൽ നിർബന്ധമാണെന്നതിൽ സംശയമില്ല. മുബ്തദികളുമായി പെരുമാറേണ്ട ചില സംഗതികൾ അവരുമായി കൂടി പെരുമാറാതിരിക്കുക. മുജാഹിദുകളുമായി കൂടി പെരുമാറാൻ പാടില്ല. അവരുമായി കണ്ടുമുട്ടിയാൽ സലാം ചെല്ലാതിരിക്കുക. ഞങ്ങൾ മുസ്ലിങ്ങളായി സഹോദരന്മാരായി സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ താങ്കളുടെ മുമ്പിലിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമായി അംഗീകരിക്കുന്നെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സലാം ചെല്ലൽ. സലാം ചെല്ലാതിരിക്കുക, അവർ സലാം ചെല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക എന്നിത്യാദി കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് 1953-ലും 63-ലും ഒക്കെ സമസ്ത എടുത്ത തീരുമാനമാണ്. അത്രയും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, വീണ്ടും കാണാം നമുക്ക്
1963 മാർച്ച് 23 സമസ്ത മുശാവറ എടുത്ത സുചിന്തിതമായ തീരുമാനം ഇങ്ങനെയായിരുന്നു. അപ്പൊ മുജാഹിദികളോടൊപ്പം കൂടിയിരിക്കാൻ പാടില്ല, അവരോട് മുസ്ലിങ്ങളോട് പെരുമാറുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും പാടില്ല എന്നൊക്കെ മുമ്പ് തീരുമാനമെടുത്ത ആളുകളാണിത്. അപ്പൊ ഈ ചരിത്രം അറിയുന്ന താങ്കൾ ഒരിക്കലും ഇവരുടെ വലയിൽ പെട്ടുപോകാൻ പാടില്ലായിരുന്നു എന്നതാണ് വളരെ വിനയത്തോടുകൂടി ശ്രീ പ്രശാന്തിനോട് സൂചിപ്പിക്കാനുള്ളത്. കാരണം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം താങ്കൾക്കറിയാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ സയ്യിദ് ഹമദാനി തങ്ങളെ പോലെ, മഹ്ദി തങ്ങളെ പോലെയുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിന്റെ തുടർച്ചയായി കേരളത്തിൽ നടന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടന്ന പ്രവർത്തനങ്ങൾ, അതാണ് ഈ സമൂഹത്തെ മാറ്റിയത്. പാരമ്പര്യ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഇത്തരം എല്ലാ അനാചാരങ്ങളുടെയും പിന്നാലെ പോകുന്ന ആളുകളെ താങ്കൾക്ക് കേരളത്തിന് പുറത്ത് കാണാം. അവരിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മുസ്ലിം സമൂഹം അഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സമസ്ത ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന കൊടിയുണ്ടല്ലോ, ആ കൊടിയുടെ ഉത്ഭവം ഇന്ത്യയിലെ പ്രമുഖ പണ്ഡിതന്മാരെ, ലോകത്തുള്ള പല പണ്ഡിതന്മാരെ കാഫിറാക്കിയ ആളുടെ ഖബറിന്റെ അരികിൽ നിന്ന് കൊണ്ടുവന്ന കൊടിയാണ്. ആ പാരമ്പര്യം സ്വീകരിക്കുന്നത് സമസ്തയാണ് എന്ന് മാത്രം തൽക്കാലം പറയുകയാണ്. അതുകൊണ്ട് താങ്കൾ ഈ വിഷയം പഠിക്കണം, മനസ്സിലാക്കണം. ഇത് താങ്കളോടുള്ള ഒരു തുറന്ന സംഭാഷണമാണ്. താങ്കളെ പോലെ തെറ്റിദ്ധരിച്ച മാധ്യമപ്രവർത്തകരോ പൊതുസമൂഹത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ അവർ കൂടി മനസ്സിലാക്കണം എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്.